പാലക്കാട് IIT ക്യാമ്പസിൽ വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ ആക്രമണം കവർച്ചയ്ക്കിടെയാണ് എന്നത് ബോധ്യമാവുന്നു. വിദ്യാർത്ഥിനികളുടെ സംഘം ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ആക്രമിച്ച് കവർച്ച നടത്താനായിരുന്നു പദ്ധതി. പ്രതി കൊൽക്കത്ത സ്വദേശി സുമൻ ഒളിച്ചിരുന്നത് ക്യാമ്പസിലെ കുറ്റിക്കാട്ടിനുള്ളിലാണ്. തലക്കിടിച്ച് വീഴ്ത്തിയെങ്കിലും വിദ്യാർത്ഥിനി നിലവിളിച്ചതോടെ കവർച്ചാശ്രമം ഉപേക്ഷിച്ച് പ്രതി അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇബാൽ, ഈ കൽക്കത്ത സ്വദേശിയായ സുമൻ ഈ IIT ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചത് കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ളത് തെളിയുകയാണോ? അരുൺകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായ കൊൽക്കത്ത സ്വദേശി സുമൻ റിമാൻഡിലായിരുന്നു. സുമനെ ഇന്നലെയാണ് കസബ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയായിരുന്നു. എന്തിനാണ് ഈ IITയിലെ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശിനിയെ ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ചോദ്യം. ഇതിന് സുമൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് കവർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവം നടന്ന ഫെബ്രുവരി 23 വൈകിട്ടോടുകൂടി തന്നെ സുമൻ IIT ക്യാമ്പസിലെ ഒരു കുറ്റിക്കാട്ടിൽ നിർമ്മാണ പ്രവർത്തിക്കായി എത്തിച്ച ഒരു മരത്തടിയും കയ്യിൽ കരുതിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ആദ്യം ഈ IIT ക്യാമ്പസിനകത്തൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് ആൺകുട്ടികളുടെ സംഘമാണ്. അവർ മെസ്സിലേക്ക് പോയതിനു ശേഷമാണ് പിന്നീട് ഈ IIT ക്യാമ്പസിനകത്തേക്ക് പെൺകുട്ടികളുടെ സംഘം അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയായിരുന്നു ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡാറ്റാ സയൻസ് വിദ്യാർത്ഥി. ഇത് കണ്ടിട്ടാണ് സുമൻ ഈ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് കയ്യിലുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യാമെന്ന് പദ്ധതിയിടുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥിനിയുടെ പിറകെ പോവുകയും വിദ്യാർത്ഥിനിയുടെ തലക്കടിച്ച് നിലത്ത് വീഴ്ത്തുകയും പിന്നീട് ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥിനി നിലവിളിച്ചു. ഇത് കേട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഈ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ സംഭവം നടന്ന മേഖലയിലേക്ക് ഓടിയെത്തുന്നു എന്ന് കണ്ടതോടുകൂടി സുമൻ ആ മേഖലയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. IIT ക്യാമ്പസിനകത്ത് തന്നെയുള്ള പിന്നീട് ഈ നിർമ്മാണ പ്രവർത്തിക്കായി എത്തിയ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലേക്കാണ് സുമൻ ഓടി രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് പിന്നീട് പേടിച്ച് സുമൻ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതും ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇനി പോലീസിന് തെളിവെടുപ്പാണ് മുന്നിലുള്ളത്. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി സുമനുമായി IIT ക്യാമ്പസിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് പോലീസ് സംഘം അറിയിച്ചുള്ളത്. മാത്രമല്ല സമീപത്ത് തന്നെയുള്ള ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലേക്കും എത്തിച്ച് സുമനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് IIT ക്യാമ്പസിൽ സംഭവിച്ചത്. കവർച്ചയ്ക്കായിരുന്നു സുമൻ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.